നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ചെറിയ ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് 2024 എന്ന് പറയുന്ന വർഷം അവസാനിച്ചിരിക്കുന്നു. ഈ വർഷം ഏറ്റവും കൂടുതൽ സക്സസ് ഉണ്ടാക്കിയ നായകൻ ആരായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ, വളരെ പെട്ടെന്ന് 2 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്: നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് വരെ നമുക്ക് സ്ഥിരമായിട്ട് ഉറപ്പിച്ച് പറയാവുന്നത് 2 പേരുകളായിരുന്നു: മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന പേരുകൾ. ഇനി അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന പേരുകൾ. അപ്പോൾ ഈ 2 പേരുകൾക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വലിയ മാറ്റം സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ദിലീപ് എന്നുള്ളൊരു പേരും ഉൾപ്പെടുത്താമായിരുന്നു. എന്നാൽ പിന്നീട് ദിലീപ് എന്നുള്ള പേര് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നത് കാണാൻ സാധിക്കും. മോഹൻലാൽ എന്ന് പറയുന്ന പേര് കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് അപ്രത്യക്ഷമാവുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മമ്മൂട്ടി എന്നുള്ളൊരു പേര് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ടോപ്പ് റേഞ്ചിലേക്ക് വരാനായിട്ട് അദ്ദേഹത്തിന്, അതായത് ഈ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു റേഞ്ചിലേക്ക് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വലിയ സക്സസ് ആയിട്ട് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സിനിമകൾ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിയും തൊട്ട് പുറകിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ റേറ്റ് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് അദ്ദേഹമാണ്. പക്ഷെ കഴിഞ്ഞ വർഷം അത്ഭുതകരമായിട്ട് മമ്മൂട്ടിയല്ല മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായിട്ട് വന്നത്. കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഒരു വർഷം ആവറേജ് 7 സിനിമകളിലെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ട് റിലീസ് ചെയ്യുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കൊല്ലം അത്രയും വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1ാം സ്ഥാനം ഇപ്പോൾ കീപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ സക്സസ് നേടിയ നടനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബേസിൽ ജോസഫ് ആണ്. 7 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നത്. 7 സിനിമകളിൽ 6 സിനിമകളും വിജയമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിൽ തന്നെ 3ഓളം സൂപ്പർ ഹിറ്റുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കാതിരിക്കുക. വില്ലനായിട്ട് വരെ അദ്ദേഹം വന്ന് ഹിറ്റ് അടിച്ചിട്ട് പോയി എന്നുള്ളതാണ് 2024 അദ്ദേഹത്തിന്റെ സക്സസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം.